വിലാപങ്ങൾ 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിലാപങ്ങൾ 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തിയായിരിക്കുന്നതെങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായകിയായിരുന്നവൾ ഊഴിയ വേലക്കാരത്തിയായതെങ്ങനെ? രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു. കഷ്ടതയും കഠിനദാസ്യവും നിമിത്തം യഹൂദാ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു, വിശ്രാമം കണ്ടെത്തുന്നതുമില്ല. അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു. ഉത്സവത്തിനും ആരും വരായ്കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു. അവരുടെ വാതിലുകളൊക്കെയും ശൂന്യമായി, പുരോഹിതന്മാർ നെടുവീർപ്പിടുന്നു. അവരുടെ കന്യകമാർ ഖേദിക്കുന്നു, അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു. അവരുടെ അതിക്രമബാഹുല്യം നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവരുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു. അവരുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാനുകളെപ്പോലെയായി. പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു. കഷ്ടാരിഷ്ടിതകളുടെ കാലത്ത് യെരൂശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു. സഹായിപ്പാനാരുമില്ലാതെ അവളുടെ ജനം വൈരികളുടെ കൈയിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു. യെരൂശലേം കഠിനപാപം ചെയ്തിരിക്കൊണ്ട് മലിനയായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ടു അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. അവളുടെ മലിനത ഉടുപ്പിന്റെ വിളുമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ അതിശയമാവണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. യഹോവേ, ശത്രു വമ്പ് പറയുന്നു, എന്റെ സങ്കടം നോക്കേണമേ. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. അവളുടെ സർവ്വജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കുവാൻ ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. യഹോവേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കടന്നുപോകുന്ന ഏവരുമായുള്ളോരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവേ, തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവീൻ. ഉയരത്തിൽ നിന്നും അവൻ എന്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു, അത് കടന്നു പിടിച്ചിരിക്കുന്നു. എന്റെ കാലിനു അവൻ വല വിരിച്ചു, എന്നെ മടക്കിക്കളഞ്ഞു. അവൻ എന്നെ ശൂന്യയും നിത്യാരോഗിണിയുമാക്കിയിരിക്കുന്നു. എന്റെ അതിക്രമങ്ങളുടെ നുകം അവർ സ്വന്ത കൈയാൽ പിണച്ചിരിക്കുന്നു. അവ എന്റെ കഴുത്തിൽ പിണച്ചിരിക്കുന്നു. അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ചു. എനിക്ക് എതിർത്തു നിൽപ്പാൻ കഴിയാത്തവരുടെ കൈയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ നടുവിലെ സകല ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു. എന്റെ യൗവനക്കാരെ തകർത്തു കളയേണ്ടതിന് അവൻ എന്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി. യഹൂദാപുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇതു നിമിത്തം ഞാൻ കരയുന്നു, എന്റെ കണ്ണുനീരൊഴുക്കുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു. ശത്രു പ്രബലനായിരിക്കയാൽ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു. സിയോൻ കൈമലർത്തുന്നു, അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. യഹോവ യാക്കോബിനു അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. യെരൂശലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. എന്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എന്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടതിനു ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു. യഹോവേ, നോക്കേണമേ, ഞാൻ വിഷമത്തിലായി, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. പുറമെ വാൾ സന്തതിനാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. ഞാൻ നെടുവീർപ്പിടുന്നത് അവർ കേട്ടു, എന്നെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. എന്റെ ശത്രുക്കളൊക്കെയും എന്റെ അനർത്ഥം കേട്ടു നീ അത് വരുത്തിയതുകൊണ്ട് സന്തോഷിക്കുന്നു. നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും, അന്ന് അവരും എന്നെപ്പോലെയാകും. അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ. എന്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. എന്റെ നെടുവീർപ്പ് വളരെയല്ലോ, എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു. വിലാപങ്ങൾ 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിലാപങ്ങൾ 2 അധ്യായം
1 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ, യഹോവ സീയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ? അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു. തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളെയൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പ് ഒക്കെയും വെട്ടിക്കളഞ്ഞു. തന്റെ വലങ്കൈ അവൻ ശത്രുവിൻ മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു. ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രു എന്ന പോലെ അവൻ വില്ലുകുലച്ചു. വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി. കണ്ണിന് കൗതുകമുള്ളത് ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു. സീയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രയേലിനെ മുടിച്ചു കളഞ്ഞു. അവരുടെ അരമനകളെയൊക്കെയും മുടിച്ചു അവരുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. തന്റെ ഉത്സവസ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സീയോനിൽ ഉത്സവവും ശബ്ബത്തും മറക്കുമാറാക്കി. തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു. തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിലെന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവമുണ്ടാക്കി. യഹോവ സീയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു. അവൻ അളന്നു നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി. അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയിങ്കൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല. സീയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടെടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവരുടെ നിഹിതന്മാർ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്നു അമ്മമാരോട് ചോദിക്കുന്നു. യെരൂശലേം പുത്രിയെ ഞാൻ നിന്നോട് എന്തു സാക്ഷീകരിക്കേണ്ടു? എന്തൊന്നിനെ നിന്നോട് സദൃശമാക്കേണ്ടു? സീയോൻ പുത്രിയായ കന്യകയെ, ഞാൻ നിന്നെ ആശ്വസിപ്പിപ്പാൻ എന്തൊന്നു നിന്നോട് ഉപമിക്കേണ്ടു? നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു. ആർ നിനക്ക് സൗഖ്യം വരുത്തും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസകാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. കടന്നുപോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി. സൗന്ദര്യപൂർത്തിയെന്നും സർവമഹീതല മോദമെന്നും വിളിച്ചുവന്ന നഗരം ഇതുതന്നെയോ എന്ന് ചോദിക്കുന്നു. നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വായ് പിളർക്കുന്നു. അവർ ചൂളകുത്തി പല്ലുകടിച്ചു നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇതുതന്നെ, നമുക്ക് സാധ്യമായി നാം കണ്ടു രസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളിച്ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. കരുണ കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ചു. വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സീയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയുമരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കൈയിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കന്യകമാരും യൗവനക്കാരും വാൾകൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപദിവസത്തിൽ നീ അവരെ കൊന്നു കരുണ കൂടാതെ ആർത്തു കളഞ്ഞു. ഉത്സവത്തിന് വിളിച്ചുകൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കൈയിൽ താലോലിച്ചു വളർത്തിയവരെ
എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു. വിലാപങ്ങൾ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിലാപങ്ങൾ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടുപോന്നിരിക്കുന്നത്. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. എന്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എന്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. അവൻ എന്റെ നേരെ പണിതു നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു. ശാശ്വത മൃതന്മാരെപ്പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടിയടച്ചു എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എന്റെ വഴിയെ അടച്ചു എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അവൻ എനിക്ക് പതിയായിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെപ്പോലെയുമാകുന്നു. അവൻ എന്റെ വഴികളെ തെറ്റിച്ചു എന്നെ കടിച്ചു കീറി ശൂന്യമാക്കിയിരിക്കുന്നു. അവൻ വില്ലു കുലച്ചു എന്നെ അമ്പിനിലാക്കാക്കിയിരിക്കുന്നു. അവൻ തന്റെ പൂണിയിലെ അമ്പുകളെ എന്റെ അന്തരങ്ങളിൽ തറപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടപെടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ചു കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എന്റെ പല്ല് തകർത്തു എന്നെ വെണ്ണീറിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു. നീ എന്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു. എന്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എന്റെ പ്രത്യാശയും പൊയ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എന്റെ പ്രാണൻ എന്റെ ഉള്ളിലെപ്പോഴും അവയെ ഓർത്തു ഉരുകിയിരിക്കുന്നു. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നുപോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവേ, എന്റെ ഓഹരി എന്നു എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവനത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ചു മൗനമായിരിക്കട്ടെ. അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, പക്ഷേ പ്രത്യാശ ശേഷിക്കും. തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ, അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാൽ കീഴിട്ടു മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? മനുഷ്യൻ ജീവനുള്ളെന്നു നെടുവീർപ്പിടുന്നതെന്ത്? ഓരോരുത്തൻ താന്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടട്ടെ. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗ്ഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക. ഞങ്ങൾ അതിക്രമം ചെയ്തു മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. നീ കോപം പുതച്ചു ഞങ്ങളെ പിന്തുടർന്നു, കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലുമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായ് പിളർന്നിരിക്കുന്നു. പേടിയും കണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു. എന്റെ ജനത്തിൻ പുത്രയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. എന്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എന്റെ കണ്ണ് എന്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു. കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എന്റെ ജീവനെ കൂണ്ടറയിലിട്ട് നശിപ്പിച്ചു എന്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു. വെള്ളം എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. യഹോവേ, ഞാൻ ആഴമുള്ള കൂണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു. എന്റെ വ്യവഹാരം തീർത്തു തരേണമേ. അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു.
യഹോവേ, അവരുടെ നിന്ദയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എന്റെ എതിരുകളുടെ വാക്കുകളും ഇടവിടാതെ എനിക്ക് വിരോധമായുള്ള നിനവും നീ കേട്ടിരിക്കുന്നു. അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കണമേ. ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. യഹോവേ, അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ. നീ അവർക്ക് ഹൃദയകാഠിന്യം വരുത്തും. നിന്റെ ശാപം അവർക്ക് വരട്ടെ. നീ അവരെ കോപത്തോടെ പിന്തുടർന്നു യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും. വിലാപങ്ങൾ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിലാപങ്ങൾ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നതെങ്ങനെ? കുറുനരികൾ പോലും മുല കാണിച്ചു കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെപ്പോലെ ക്രൂരരായി തീർന്നിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോടെ പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കിക്കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈതൊടാതെ പെട്ടെന്ന് മറഞ്ഞുപോയ സൊദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. അവരുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ലുപോലെയുമായിരുന്നു. അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെയായി തീർന്നിരിക്കുന്നു. വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പുകൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അവർ നിലത്തിലെ അനുഭവമില്ലായികയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്കു ആഹാരമായിരുന്നു. യഹോവ തന്റെ ക്രോധം നിവർത്തിച്ചു തന്റെ ഉഗ്രകോപം ചൊരിഞ്ഞിരിക്കുന്നു. അവൻ സിയോനിൽ തീ കത്തിച്ചു അത് അതിന്റെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു. വൈരിയും ശത്രുവും യെരൂശലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കും എന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികളാരും വിശ്വസിച്ചിരുന്നില്ല. അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായി വീഥികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു. അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ. മാറുവീൻ, അശുദ്ധൻ, മാറുവീൻ, മാറുവീൻ, തുടരുത് എന്ന് അവരോട് വിളിച്ചു പറയും. അവർ ഓടി ഉഴലുമ്പോൾ അവർ ഇനി ഇവിടെ വന്നു പാർക്കയില്ല എന്ന് ജാതികളുടെ ഇടയിൽ പറയും. യഹോവയുടെ നോട്ടം അവരെ ചിതറിച്ചു, അവൻ അവരെ കടാക്ഷിക്കുകയില്ല. അവർ പുരോഹിതന്മാരെ ആദരിച്ചില്ല, വൃദ്ധന്മാരോട് കൃപ കാണിച്ചതുമില്ല. വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണിപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ. അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്നു, മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ, സന്തോഷിച്ചു ആനന്ദിക്ക. പാനപാത്രം നിന്റെ അടുക്കലേക്കും വരും. നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നിയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു. ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. വിലാപങ്ങൾ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിലാപങ്ങൾ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന് നോക്കണമേ. ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കുമായി പോയിരിക്കുന്നു. ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു. ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ തളർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വിശ്രാമവുമില്ല. അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്രയീമ്യർക്കും അശ്ശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു.
ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു ഇല്ലാതെയായിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കൈയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്നുകൊണ്ടുവരുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യം നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പുപോലെ കറുത്തിരിക്കുന്നു. അവർ സീയോനിലെ സ്ത്രീകളെയും യഹൂദാ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു. അവർ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചതുമില്ല. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു. ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷമില്ലാതെയായി. ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. സിയോൻ പർവ്വതം ശൂന്യമായി. കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ യഹോവേ, നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ?